കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനിതെൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് പ്രശംസിക്കുവാൻ ഒന്നും തന്നെ ഇല്ല. കർത്താവിനെ ഗ്രഹിച്ചറിയുന്നതിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രശംസ. മനുഷ്യനിൽ നിന്നും ഉളവാകുന്ന യാതൊന്നിലും നമുക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചയിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. വെളിപാട് പുസ്തകം 18:7 നമ്മൾ വായിക്കുന്നു. ബാബിലോണിൻ്റെ മറ്റൊരടയാളം അവൾ സുഖലോലുപയായും ആഡംബരത്തോടെയും ജീവിക്കുന്നു എന്നതാണ്. മഹത്വത്തോടും ആഡംബരത്തോടും സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്നതിലാണ് അവളുടെ താല്പര്യം. ഈ നാളുകളിൽ എല്ലായിടത്തും നാം കാണുന്നത് അതാണ്. ഇവ ബാബിലോണിൻ്റെ ആത്മാവിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണ്. പലപ്പോഴും മറ്റുള്ളവർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പട്ടണത്തിൽ വന്നിട്ട് എത്ര വർഷമായി? അവർ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും കാലമായിട്ടും സ്വന്തമായി ഒരു സ്ഥലവും വീടും ഒന്നുമില്ലേ? ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമായും അംഗീകാരമായും അവർ കണക്കാക്കുന്നത്. ഞാൻ ഇക്കാര്യങ്ങൾക്ക് വിരോധിയല്ല. ഒരു സ്വന്തം സ്ഥലമോ വീടോ ഉണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നതിലാണ്. നാം ചെയ്യുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരിക്കണം. അവൾ വലിയ ആഡംബരത്തോടും സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചുവെന്ന് തിരുവെഴുത്ത് കാണിക്കുന്നു. അവൾ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അത്യാഗ്രഹം ആണ് അവളെ ഭരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഹിതപരിശോധന നമുക്ക് അനിവാര്യമാണ്. ഇന്ന് ഈ ലോകം ഈ ആത്മാവിനാലാണ് ഭരിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ അത്യാഗ്രഹത്തിൻ്റെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും ആത്മാവിനാലാണ് ഈ ലോകത്തിൽ എല്ലാവരും ഭരിക്കപ്പെടുന്നത്. ഇതിനൊരു ഉദാഹരണം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുൻപ് ജീവിച്ചുകൊണ്ടിരുന്ന കോളനിയിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യം ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ കോളനിയിൽ ജോലി ചെയ്യുന്ന ഒരു നേപ്പാളി ഉണ്ടായിരുന്നു. എല്ലാവരും അവനെ ബഹദൂർ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. കോളനിയിൽ ഒരു വ്യക്തി ബഹദൂറിനെ വിളിച്ച് തൻ്റെ കാറ് കഴുകിച്ചു. അന്നു മുതൽ എല്ലാവരും കാറ് കഴുകുവാൻ ബഹദൂറിനെ വിളിക്കുവാൻ തുടങ്ങി. അതിനു മുമ്പ് അവർ സ്വയമായി കാറ് കഴുകുകയായിരുന്നു പതിവ്. ഒരാൾ അത് ചെയ്യിക്കുവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അത് അനുകരിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാവരും മറ്റുള്ളവരുടെ ജീവിത നിലവാരവുമായി പൊരുത്തപ്പെടുവാൻ മത്സരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. എല്ലാവരും ആ നിലവാരത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ആകുവാനുള്ള പ്രലോഭനം നാമും അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ആത്മാവ് അവിടെയുണ്ട്. ഇന്ന് ബാബിലോണിൻ്റെ താല്പര്യം ഈ ലോകത്തിൽ സുഖലോലുപരായി ജീവിക്കണമെന്നതാണ്. പലപ്പോഴും നമുക്ക് ആവശ്യത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് അത്യാഗ്രഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുവാനുള്ള പ്രലോഭനം ഉണ്ട്. ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകരെ എനിക്കറിയാം. ആവശ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അത്യാഗ്രഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് മാറിയതിനാൽ അവർക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു. നമുക്കൊരു സ്വന്തം സ്ഥലം ആവശ്യമാണ് എന്ന ചിന്ത ഉണ്ടാകാം, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അത് നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിന് തോന്നുന്നു എങ്കിൽ താൻ തീർച്ചയായും അത് നമുക്ക് നൽകും. അത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയേക്കാം, എന്നാൽ ദൈവം അത് നൽകുന്നില്ല എങ്കിൽ നാളെ ഒരു രസീത് ബുക്ക് അച്ചടിച്ച് സംഭാവന വാങ്ങുന്നതിനും പിരിവ് എടുക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അത് ചെയ്യുവാൻ താല്പര്യമില്ല. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് ദൈവം നൽകും. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.